ജനവാസ മേഖലയിൽ ചക്കക്കൊമ്പൻ വീണ്ടുമെത്തി. ഇടുക്കി പന്നിയാർ കോരമ്പാറ എസ്റ്റേറ്റ് ലയത്തിന്റെ സമീപത്താണ് ഇന്ന് പുലർച്ചെ കാട്ടാന എത്തിയത്. ലയത്തിന് സമീപത്തുള്ള പ്ലാവിൽ നിന്നും ആന ചക്ക പറിച്ചു തിന്നു. RRT സംഘം എത്തിയാണ് ആനയെ തുരത്തിയത്. കൂടുതൽ വിവരങ്ങളുമായി നന്ദുഷ ചേരുന്നുണ്ട്. നന്ദുഷ, ഗുഡ് മോർണിംഗ്. ആ പ്രദേശത്ത് എന്തെങ്കിലും നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയോ ജനങ്ങളുടെ ജീവന് ഭീഷണിയാവുന്ന തരത്തിൽ ആക്രമണത്തിന് മുതിരുകയോ മറ്റോ ചെയ്തിരുന്നോ, അതോ ചക്ക ഭക്ഷിച്ച ശേഷം തിരിച്ചുപോയോ? ഈ ചക്കക്കൊമ്പന്റെ ഒരു സ്വഭാവ സവിശേഷം നമുക്കെല്ലാം ഇപ്പോൾ പരിചിതമാണ്. ഈ ജനവാസ മേഖല കേന്ദ്രീകരിച്ച് തന്നെയാണ് ആന തുടരുന്നത് മാസങ്ങളായി എന്ന് വേണമെങ്കിൽ പറയാം. കാര്യം ഉൾവനത്തിനുള്ളിലേക്ക് ആനയെ പലതവണ മുൻപേ മറയൂരിലെ സംഭവം പറഞ്ഞതുപോലെ തന്നെ മതികെട്ടാഞ്ചോലയിലേക്ക് ആനയെ പലതവണ തുരത്തിയിട്ട് പോലും ഇത് വീണ്ടും ഈ പന്നിയാറ് കേന്ദ്രീകരിച്ചും പൂപ്പാറ കേന്ദ്രീകരിച്ചും ചിന്നക്കനാവ് കേന്ദ്രീകരിച്ചും ഒക്കെയാണ് നിൽക്കുന്നത്. ഇന്ന് പുലർച്ചെയാണ് ആന ഈ കോരമ്പാറ എസ്റ്റേറ്റ് മേഖല എത്തുന്നത്. ഈ തൊഴിലാളികൾ താമസിക്കുന്ന ലയത്തിന്റെ തൊട്ടടുത്ത് നിന്ന പ്ലാവിൽ നിന്നാണ് ഈ ചക്ക പറിച്ച് ഭക്ഷിക്കുന്നത്. ഈ ആനയുടെ പേര് തന്നെ ചക്കക്കൊമ്പൻ എന്നാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ചക്കയോടുള്ള പ്രിയം നമുക്ക് എല്ലാവർക്കും വളരെയധികം അറിയാവുന്ന ഒരു കാര്യവും കൂടിയാണ്. മറ്റൊരു വസ്തുത, മുറിവാലൻ കൊമ്പനെ ദിവസങ്ങൾക്ക് പ്പെടുത്തുന്നത്. ഏതായാലും ചിന്നക്കനാവിൽ നിലവിൽ പ്രായപൂർത്തിയായ ഒരേ ഒരു കാട്ടുകൊമ്പനാണ് ചക്കക്കൊമ്പൻ. അതുകൊണ്ട് തന്നെ ആ പ്രദേശവാസികൾക്ക് ആകെ ഏറ്റവും കൂടുതൽ പേടിപ്പെടുത്തുന്ന ഒരു കാര്യവും കൂടി ഈ ചക്കക്കൊമ്പന്റെ സാന്നിധ്യമാണ്. ഈ ജനവാസ മേഖലയോട് ചേർന്നാണ് എപ്പോഴും ചക്കക്കൊമ്പൻ നിൽക്കുന്നത്. ഏതായാലും മേഖലയിൽ RRTയുടെ നിരീക്ഷണം ശക്തമായി തുടരുന്നുണ്ട്. ഈ ആന വനത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്നിടം വരെ ആളുകൾക്ക് ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. മോത്തി. ശരി നന്ദുഷ.